Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എടുക്കാം. ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അതിറോസ്ക്ലീറോസിസ്. അടുത്ത സെക്ഷൻ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അതിറോസ്ക്ലീറോസിസ്. ഹെഡിങ് എടുക്കാം, ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അതിറോസ്ക്ലീറോസിസ്. ഓക്കെ, ഇൻ ദാറ്റ് അതിറോസ്ക്ലീറോസിസ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. സബ് ഹെഡിങ് എടുക്കാം, അതിറോസ്ക്ലീറോസിസ്. സബ് ഹെഡിങ് അതിറോസ്ക്ലീറോസിസ്. ഓക്കെ, അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താ നമുക്ക് നോക്കാം. A disease of the arteries characterized by the deposition of fatty material on their inner walls. A disease of the arteries characterized by the deposition of fatty material on their inner walls. അതായത് അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. അതായത് ആർട്ടറീസിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ ആണ്. അതായത് ആർട്ടറീസിന്റെ ഇന്നർ വാൾസിൽ, അതായത് ആർട്ടറീസിന്റെ അകത്തെ ഭിത്തികളിൽ ഒരു ഫാറ്റി മെറ്റീരിയൽ ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം, എ ഡിസീസ് ഓഫ് ദ ആർട്ടറീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റി മെറ്റീരിയൽ ഓൺ ദെയർ ഇന്നർ വാൾസ്. അതായത് ആർട്ടറീസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അതിറോസ്ക്ലീറോസിസ്. ഇതിന് കാരണം അതായത് ഇതിന്റെ ഇന്നർ വാൾസില, മീൻസ് ആർട്ടറീസിന്റെ ഇന്നർ വാൾസിൽ ഫാറ്റി മെറ്റീരിയൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് കോസസ്, കാരണങ്ങൾ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹൈ BP, ഹൈ ബ്ലഡ് പ്രഷർ. സെക്കൻഡ് വൺ ഹൈ കൊളസ്ട്രോൾ. തേർഡ് വൺ ഡയബറ്റിസ്. അതായത് ഈ അസുഖത്തിന് അതിറോസ്ക്ലീറോസിസിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ഹൈ BP, ഉയർന്ന രീതിയിലുള്ള ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതൊരു റീസൺ ആണ്. സെക്കൻഡ് വൺ ഹൈ കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെങ്കിൽ ഒരു റീസൺ ആണ്. ദെൻ തേർഡ് വൺ ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിലും അതും ഒരു റീസൺ ആണ്. എന്നോട് പറയാം കോസസ്. ഫസ്റ്റ് വൺ ഹൈ ബ്ലഡ് പ്രഷർ, സെക്കൻഡ് വൺ ഹൈ കൊളസ്ട്രോൾ, തേർഡ് വൺ ഡയബറ്റിസ്. ക്ലിയർ ആയോ കോസസ്? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സിംറ്റംസ്. അടുത്ത ഹെഡിങ് സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ചെസ്റ്റ് പെയിൻ. മീൻസ് നെഞ്ചുവേദന ഉണ്ടാകും. സെക്കൻഡ് പോയിന്റ് പെയിൻ ഇൻ ദ ലെഗ്, ആംസ് ആൻഡ് എനിവെയർ ദാറ്റ് ആൻ ആർട്ടറി ഈസ് ബ്ലോക്ക്ഡ്. പെയിൻ ഇൻ ദ ലെഗ്, ആം ആൻഡ് എനിവെയർ that an artery is blocked. അതായത് കാലിന് വേദന ഉണ്ടാകും, അതുപോലെ തന്നെ ആംസിന് വേദന ഉണ്ടാകും. അതുകൂടാതെ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആർട്ടറി എവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടോ അവിടെയെല്ലാം വേദന അനുഭവപ്പെടും. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഒന്നുകൂടി പറയാം, പെയിൻ ഇൻ ദ ലെഗ്, ആം ആൻഡ് എനിവെയർ ദാറ്റ് ആൻ ആർട്ടറി ഈസ് ബ്ലോക്ക്ഡ്. അതായത് വേദന ഉണ്ടാകും, കാലിന് വേദന ഉണ്ടാകും, അതുപോലെ തന്നെ ആംസിന് വേദന ഉണ്ടാകും. അതുകൂടാതെ തന്നെ ആർട്ടറി എവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടോ അവിടെയെല്ലാം വേദന അനുഭവപ്പെടും. ദെൻ തേർഡ് സിംറ്റം ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, മീൻസ് ബ്രീത്തിങ് കുറയും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഫാറ്റീഗ്, മീൻസ് ക്ഷീണം ഉണ്ടാകും. നെക്സ്റ്റ് വൺ കൺഫ്യൂഷൻസ് ഉണ്ടാകും. എന്നിട്ട് പറയാം, ലക്ഷണങ്ങളാണ് പറഞ്ഞത്, സിംറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഫസ്റ്റ് വൺ ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന ഉണ്ടാകും. സെക്കൻഡ് വൺ പെയിൻ ഇൻ ദ ലെഗ്, ആം ആൻഡ് എനിവെയർ ദാറ്റ് ആൻ ആർട്ടറി ഈസ് ബ്ലോക്ക്ഡ്. അതായത് കാലിന് വേദന ഉണ്ടാകും, ആംസിന് വേദന ഉണ്ടാകും. അതുപോലെ തന്നെ ആർട്ടറി എവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടോ അവിടെയെല്ലാം വേദന അനുഭവപ്പെടും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആണ്, മീൻസ് ബ്രീത്തിങ് കുറയും. നെക്സ്റ്റ് വൺ ഫാറ്റീഗ്, ക്ഷീണം ഉണ്ടാകും. നെക്സ്റ്റ് വൺ കൺഫ്യൂഷൻ. ക്ലിയർ ആയോ? സിംറ്റംസ് ക്ലിയർ ആയോ? സിംറ്റംസ്? ഓക്കെ, നെക്സ്റ്റ് ഡയഗ്നോസിസ്. അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക, ഡയഗ്നോസിസ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് ടെസ്റ്റുകൾ. എങ്ങനെ രോഗനിർണയമാണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ. ഡയഗ്നോസിസ് ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ബ്ലഡ് ടെസ്റ്റ്. സെക്കൻഡ് വൺ ECG. Third one angiogram. Next one Doppler
ultrasound. Doppler ultrasound. Next one, angle brachial index. Angle brachial index. Last one, other imaging test. Other imaging test. അതായത് ഡയഗ്നോസിസ്, അതായത് ഈ അസുഖത്തിന് എങ്ങനെയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ജസ്റ്റ് ടെസ്റ്റുകളുടെ പേര് പറഞ്ഞോളൂ, നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. അത് MLT സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് എന്തൊക്കെ ടെസ്റ്റ് ഇതിന് ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഡയഗ്നോസിസ് ഒന്നാമത്തത് ബ്ലഡ് ടെസ്റ്റ്, രണ്ടാമത്തത് ECG, മൂന്നാമത്തത് ആൻജിയോഗ്രാം, നെക്സ്റ്റ് ഡ്രോപ്ലർ അൾട്രാസൗണ്ട്, നെക്സ്റ്റ് വൺ ആംഗിൾ ബ്രാക്കിയൽ ഇൻഡെക്സ്, നെക്സ്റ്റ് വൺ അതർ ഇമേജിംഗ് ടെസ്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അതിറോസ്ക്ലീറോസിസ്. സബ് ഹെഡിങ് കൊടുക്കുക, ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അതിറോസ്ക്ലീറോസിസ്. ജസ്റ്റ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇനി അതിറോസ്ക്ലീറോസിസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ കുറിച്ച്, ഡ്രഗ്സ് എന്ന് ഹെഡിങ് കൊടുത്താലും മതി. ഓക്കെ, അതായത് അതിറോസ്ക്ലീറോസിസിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ഒന്നാമത്തത് ആന്റി പ്ലേറ്റ്ലെറ്റ് മെഡിക്കേഷൻസ്. ആന്റി പ്ലേറ്റ്ലെറ്റ് മെഡിക്കേഷൻസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആസ്പിരിൻ. ഒന്നാമത്തത് ആന്റി പ്ലേറ്റ്ലെറ്റ് മെഡിക്കേഷൻ, എക്സാമ്പിൾ ആസ്പിരിൻ. ഓക്കെ, സെക്കൻഡ് വൺ ആന്റി കൊയാഗുലൻസ്. സെക്കൻഡ് വൺ ആന്റി കൊയാഗുലൻസ്, എക്സാമ്പിൾ ഹെപ്പാരിൻ ഓർ വാർഫാറിൻ. Heparin or warfarin. Then third one, blood pressure medications. Blood pressure medications, example beta blockers, comma calcium channel blockers, comma angiotensin converting enzyme. അതായത് ACE, angiotensin converting enzyme. Angiotensin converting enzyme, അതായത് ACE. Then നാലാമത്തെ മെഡിക്കേഷൻ കൊളസ്ട്രോൾ മെഡിക്കേഷൻസ്. നാലാമത്തത് കൊളസ്ട്രോൾ മെഡിക്കേഷൻ. മൂന്നാമത്തതാ ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ ആണ്. ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻസ്, എക്സാമ്പിൾ ബീറ്റ ബ്ലോക്കേഴ്സ്, calcium channel blockers, then angiotensin converting enzyme, bracket ACE, angiotensin converting enzyme, ACE. Clear? Okay, നാലാമത്തത് കൊളസ്ട്രോൾ മെഡിക്കേഷൻസ്. കൊളസ്ട്രോൾ മെഡിക്കേഷൻസ്, എക്സാമ്പിൾ statins, statins and fibrates. Statins and fibrates. കൊളസ്ട്രോൾ മെഡിക്കേഷൻസ് ആണ് നാലാമത്തത്, എക്സാമ്പിൾ statins and fibrates. ഒന്നുകൂടി പറയാം, ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അതിറോസ്ക്ലീറോസിസ് ആണ്, അതായത് അതിറോസ്ക്ലീറോസിസിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ആന്റി പ്ലേറ്റ്ലെറ്റ് മെഡിക്കേഷൻസ്, അതിന് എക്സാമ്പിൾ ആസ്പിരിൻ എന്ന് പറഞ്ഞ ഡ്രഗ്. രണ്ടാമത്തത് ആന്റി കൊയാഗുലൻസ് ആണ്, അതിന് എക്സാമ്പിൾ ഹെപ്പാരിൻ ഓർ വാർഫാറിൻ. ദെൻ മൂന്നാമത്തത് ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ ആണ്, അതിനുള്ള എക്സാമ്പിൾസ് ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആൻഡ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം, ACE. ദെൻ നാലാമത്തത് കൊളസ്ട്രോൾ മെഡിക്കേഷൻ, എക്സാമ്പിൾ സ്റ്റാറ്റിൻസ് ആൻഡ് ഫൈബ്രേറ്റ്സ്. ക്ലിയർ ആയോ? Is it clear? Okay, ഇത്രയാണ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ഹെഡിങ്ങിലോട്ട് പോകാം. ഷിഹാന, അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? Okay, good. Prasanna?
What are the causes? Okay. Nishana, what are the symptoms? Okay. Adulya, what are the diagnoses? Okay. Shemina, what are the, what are the drugs used in atherosclerosis? Okay. 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 എത്രയാണ് അതിരോസ്ക്ലെറോസിസിൽ വരുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക് പെരിഫറൽ വാസോ ഡയലറ്റേഴ്സ്. പെരിഫറൽ വാസോ ഡയലറ്റേഴ്സ്. അടുത്ത ഹെഡിങ് കൊടുക്കാം, പെരിഫറൽ വാസോ ഡയലറ്റേഴ്സ്. ഓക്കെ, എന്താന്ന് നോക്കാം. Peripheral vasodilators are used in peripheral arterial disease. Peripheral arterial disease. ബ്രാക്കറ്റില് PAD. ബ്രാക്കറ്റില് PAD. എന്നിട്ട് പറയാം, പെരിഫറൽ വാസോഡയലറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. ഓക്കെ, അതായത് PAD. ബ്രാക്കറ്റിൽ PAD എന്ന് കൊടുക്കാം. അതായത് പെരിഫറൽ വാസോഡയലറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിനാണ്. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോവിങ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആണ്. ഓക്കെ, അതായത് ബ്ലഡ് വെസൽസ് നാരോ ആവുക, മീൻസ് ചുരുങ്ങി പോവുക. എന്നിട്ട് ബ്ലഡ് ഫ്ലോ എന്താകും, റെസ്ട്രിക്റ്റ് ആവും. അതായത് പ്രധാനമായിട്ട് ലിംസിലോട്ടൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ എന്താകും, കുറയും. ഓക്കെ, അതൊരു കണ്ടീഷനാണ് PAD. ഓക്കെ, എന്നിട്ട് പറയാം, പെരിഫറൽ വാസോഡയലറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. പെരിഫറൽ വാസോഡയലറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിനാണ്. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഉണ്ടെങ്കിൽ നാരോവിങ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആണ്. റെഡ്യൂസ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ലിംസ്. അതായത് പ്രധാനമായിട്ടും ലിംസിലോട്ടൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും, കുറയും. അതായത് നാരോവിങ് ആണ്, ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾ എന്താകും, നാരോ ആവുക. നാരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങുക. ചുരുങ്ങുക, അതുവഴി ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ എന്താണ്, കുറയും. പ്രധാനമായിട്ടും ലിംസിലോട്ടൊക്കെയുള്ള ഫ്ലോ ആണ് കുറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. There are a number of peripheral vasodilators. There are a number of peripheral vasodilators. ഒരുപാട് പെരിഫറൽ വാസോഡയലറ്റേഴ്സ് ഉണ്ട്. Then they include xylostazol, then moxicillate, then naftidophyril, then tendoxyphylline and nifedipine. ഈ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ഇനി ഈ ഓരോ ഡ്രഗിനെ കുറിച്ചാണ് പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും. അതായത് ഒരുപാട് വാസോഡയലറ്റേഴ്സ് ഉണ്ട്. ആ വാസോഡയലറ്റേഴ്സിന്റെ പേരുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. xylostazol, then moxicillate, then naftidophyril, then pentoxyphylline and nifedipine. അങ്ങനെ ഡ്രഗ്സ് ആണ് തന്നിരിക്കുന്നത്. ഒരു 5 ഡ്രഗ്സ് ആണ് തന്നിരിക്കുന്നത്. ആ 5 ഡ്രഗ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്പെല്ലിംഗ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ഇനി ഇതിൽ ഓരോ ഡ്രഗിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ഡ്രഗ്, ഒന്നൊന്ന് നമ്പർ കൊടുക്കാം. xylostazol. xylostazol. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാം. എന്താ നോക്കാം. Work by widening the arteries that supply blood to the legs. Work by widening the arteries that supply blood to the legs. അതായത് ഇത് വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും ആർട്ടറീസിനെ വൈഡ് ചെയ്യാണ്, മീൻസ് വീതി കൂട്ടുകയാണ്. അതായത് പ്രധാനമായിട്ട് ലെഗ്സിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും കാലുകളിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടേക്കുള്ള ആർട്ടറീസ് എന്ത് ചെയ്യും, അതിന്റെ വീതി കൂട്ടുകയാണ്. വർക്ക് ബൈ വൈഡനിങ് ദ ആർട്ടറീസ് ദാറ്റ് സപ്ലൈ ബ്ലഡ് ടു ദ ലെഗ്സ്.
അതായത് ലെഗ്സിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ്, അതായത് കാലുകളിലോട്ട് രക്തം പമ്പ് ചെയ്യുന്ന ആർട്ടറീസിന്റെ വീതി കൂട്ടുകയാണ് ചെയ്യുന്നത്. Then xylostazole also improves circulation by keeping platelets in the blood from sticking together and clotting. അതുകൂടാതെ തന്നെ ഈ ഡ്രഗ് എന്തിനു സഹായിക്കുന്നുണ്ട്? To improve circulation improve ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ by keeping platelets in the blood from sticking together and clotting. അതായത് പ്ലേറ്റ്ലെറ്റ്സിനെ ബ്ലഡിൽ എന്ത് ചെയ്യുകയാണ്? സ്റ്റിക്ക് ചെയ്യുക, അതായത് ഒട്ടിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ ടുഗദർ ആൻഡ് ക്ലോട്ടിങ്, സ്റ്റിക്കിംഗ് ടുഗദറിന് കൂട്ടമായിട്ട് ഒട്ടിപ്പിടിക്കാനും അതുപോലെ തന്നെ ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്നുണ്ട്. ഒന്നും കൂടി പറയാം. സിലോസിസ്റ്റോൾ ആണ് വർക്ക് ബൈ വൈഡനിങ് ദ ആർട്ടറീസ് ദാറ്റ് സപ്ലൈ ബ്ലഡ് ടു ദ ലെഗ്സ്. അതായത് ഇത് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് കാലുകളിലോട്ടുള്ള രക്തം പമ്പ് ചെയ്യുന്ന ആർട്ടറീസിന്റെ വീതി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാലുകളിലോട്ടുള്ള രക്തം സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസിന്റെ വീതി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഓൾസോ ഇംപ്രൂവ് സർക്കുലേഷൻ, അതായത് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ബൈ കീപ്പിംഗ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദ ബ്ലഡ് ഫ്രം സ്റ്റിക്കിംഗ് ടുഗദർ ആൻഡ് ക്ലോട്ടിങ്, അതായത് പ്ലേറ്റ്ലെറ്റ്സിനെ എന്ത് ചെയ്യുകയാണ്? ബ്ലഡിൽ സ്റ്റിക്ക് ചെയ്യാനും ഒരുമിച്ച് ഒട്ടിപ്പിടിക്കാനും അതുപോലെ തന്നെ ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, then side effects എന്ന് കൊടുക്കാം. അടുത്ത സബ് ഹെഡിങ് കൊടുക്കാം, സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ്, ഫസ്റ്റ് വൺ ഹെഡേക്ക്, സെക്കൻഡ് വൺ ഡയേറിയ. അതായത് സൈഡ് എഫക്ട്സിൽ പ്രധാനമായിട്ടും വരുന്നത് ഹെഡേക്കും ഡയേറിയാണ്, തലവേദന അതുപോലെ തന്നെ വയറിളക്കമാണ്. ഇനി അതിന്റെ തന്നെ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം ലെസ് കോമൺ സൈഡ് എഫക്ട്സ്. മീൻസ് ഹെഡേക്കും ഡയേറിയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഇനി അത് കൂടാതെ എന്താ പറയാ സൈഡ് എഫക്ട്സ് ഉണ്ട്, ലെസ് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലെസ് കോമൺ സൈഡ് എഫക്ട്സ് ഇൻക്ലൂഡ് ഡിസിനസ് മീൻസ് തലകറക്കം, മയക്കം ഉണ്ടാകും. ദെൻ വീക്ക്നെസ്, ക്ഷീണം ഉണ്ടാകും. ദെൻ ഇൻഡൈജഷൻ ദഹനക്കുറവ് ഉണ്ടാകും. ദെൻ ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന ഉണ്ടാകും. ദെൻ ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ്, ഉയർന്ന രീതിയിലുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ടാകും. ദെൻ സ്കിൻ റാഷസ് ഉണ്ടാകും. ദെൻ സ്വെല്ലൻ ആംഗിൾസ് ഓർ ഫീറ്റ്, അതായത് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ കണങ്കാല്, ഓക്കെ, കണങ്കാൽ അല്ലെങ്കിൽ പാദമൊക്കെ എന്താ പറയാ നീര് വെക്കാൻ കാരണമാകും. ദെൻ റണ്ണി നോസ് മീൻസ് ജലദോഷമൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരും. അത് ലെസ് കോമൺ സൈഡ് എഫക്ട്സ് ആണ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡേക്ക് ആൻഡ് ഡയേറിയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്, അതായത് തലവേദനയും വയറിളക്കവും. ദെൻ ലെസ് കോമൺ സൈഡ് എഫക്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഡിസിനസ്, വീക്ക്നെസ്, ഇൻഡൈജഷൻ, ചെസ്റ്റ് പെയിൻ, ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ്, സ്കിൻ റാഷ്, സ്വെല്ലൻ ആംഗിൾസ് ഓർ ഫീറ്റ് ആൻഡ് റണ്ണി നോസ്. അതായത് ഡിസിനസ് ഉണ്ടാകും, മയക്കം ഉണ്ടാകും, അല്ലെങ്കിൽ ദെൻ വീക്ക്നെസ് ക്ഷീണം ഉണ്ടാകും. ദെൻ ഇൻഡൈജഷൻ ദഹനക്കുറവ് ഉണ്ടാകും. ദെൻ ചെസ്റ്റ് പെയിൻ നെഞ്ചുവേദന ഉണ്ടാകും. ദെൻ ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ് ഉയർന്ന രീതിയിലുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ടാകും. സ്കിൻ റാഷസ് ഉണ്ടാകും. അതുകൂടാതെ തന്നെ സ്വെല്ലൻ ആംഗിൾസ് ഓർ ഫീറ്റ് മീൻസ് കാലിന്റെ പാദം അല്ലെങ്കിൽ കണങ്കാലൊക്കെ നീര് വെക്കും. ദെൻ റണ്ണി നോസ് മീൻസ് ജലദോഷം ഉണ്ടാകും. ക്ലിയർ ആയോ? സൈഡ് എഫക്ട്സ് ക്ലിയർ ആയോ? Is it clear? Okay. Next subheading എടുക്കുക, contraindications. Okay. In that first one, severe kidney or liver problems. അതായത് കിഡ്നിക്ക് എന്താ പറയുക തീവ്രതയുള്ള കിഡ്നി അല്ലെങ്കിൽ ലിവർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, കിഡ്നിക്കോ അല്ലെങ്കിൽ ലിവറിനോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ ഹാർട്ട് ഫെയിലിയർ, സെക്കൻഡ് വൺ ഹാർട്ട് ഫെയിലിയർ ആണെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ ഹാർട്ട് റിതം പ്രോബ്ലംസ്, അതായത് ഹാർട്ട് ബീറ്റ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ സ്റ്റൊമക് അൾസർ, നെക്സ്റ്റ് വൺ സ്റ്റൊമക് അൾസർ മീൻസ് വയറ്റിലെ പുണ്ണ് ഉണ്ടെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ അൺകൺട്രോൾഡ് ഹൈ BP മീൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉയർന്ന BP ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. Then next one, a history of having surgery in the previous 3 months.
അതായത് ഏതെങ്കിലും രീതിയിൽ 3 മാസം പ്രീവിയസ് ആയിട്ട് മീൻസ് 3 മാസത്തിനിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള സർജറി നടന്നിട്ടുണ്ടെങ്കിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ, എ ഹിസ്റ്ററി ഓഫ് ഹാവിംഗ് സ്ട്രോക്ക് ഇൻ പ്രീവിയസ് 6 months. അതായത് 6 monthsനിടയിൽ എന്തെങ്കിലും എന്താ പറയാ സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഒന്നും കൂടി പറയാം. കോൺട്രാ ഇൻഡിക്കേഷൻസ്: ഫസ്റ്റ് വൺ, സീവിയർ കിഡ്നി ഓർ ലിവർ പ്രോബ്ലംസ്. അതായത് കിഡ്നിക്കോ ലിവറിനോ സീവിയർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. സെക്കൻഡ് വൺ, ഹാർട്ട് ഫെയിലിയർ. തേർഡ് വൺ, ഹാർട്ട് റിതം പ്രോബ്ലംസ് മീൻസ് ഹാർട്ട് ബീറ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ, സ്റ്റൊമക് അൾസർ മീൻസ് വയറ്റിൽ പുണ്ണുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ, അൺകൺട്രോൾഡ് ഹൈ ബി പി മീൻസ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉയർന്ന ബി പി ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ, എ ഹിസ്റ്ററി ഓഫ് ഹാവിംഗ് സർജറി ഇൻ ദ പ്രീവിയസ് 3 months. അതായത് 3 മാസത്തിനിടയിൽ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ, എ ഹിസ്റ്ററി ഓഫ് ഹാവിംഗ് ഹാസ് എ സ്ട്രോക്ക് ഇൻ ദ പ്രീവിയസ് 6 months. അതായത് 6 മാസം മുമ്പ് വരെ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് സിലോസ്റ്റോസോൾ. ഓക്കെ, സിലോസ്റ്റോസോൾ എന്ന് പറഞ്ഞാൽ മെഡിസിനെ കുറിച്ച് ഇത്രയാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത ഡ്രഗിലോട്ട് പോകാം. സെല്ലിയ. എന്താ പെരിഫറൽ വാസോഡൈലറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, സോന എന്താ സിലോസ്റ്റോസോൾ? ഓക്കെ, അനുജ സൈഡ് എഫക്ട്സ് പറ. കോമൺ. സെലക്ടഡ് അല്ല, സ്വെല്ലൻ ആംഗിൾ ഫോർ ഫീറ്റ് മീൻസ് കാലിന്റെ പാദമൊക്കെ നീര് വെക്കുന്നത്. ഓക്കെ, ഷംന. What are the contraindications? സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. സിലോസ്റ്റോസോൾ. നെക്സ്റ്റ് വൺ, നാഫ്റ്റിഡ്രോഫിറൈൽ. അടുത്ത ഡ്രഗ് നാഫ്റ്റിഡ്രോഫിറൈൽ. സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. നാഫ്റ്റിഡ്രോഫിറൈൽ എന്ന് പറഞ്ഞ ഡ്രഗാണ് അടുത്തത്. ഓക്കെ, ഇൻ ദാറ്റ് വർക്ക് ബൈ വൈഡനിങ് blood vessels to improve the flow of blood to these areas and also by allowing the body to make better use of oxygen in the blood. അതായത് സെയിം തന്നെയാണ്. അതായത് നേരത്തെ പറഞ്ഞ അതായത് ലിംസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുക തന്നെയാണ്. അവിടേക്കുള്ള ബ്ലഡ് വെസൽസിന് വീതി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് വർക്ക് ബൈ വൈഡനിങ് ബ്ലഡ് വെസൽസ് ടു ഇംപ്രൂവ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ടു ദിസ് ഏരിയാസ്. അതായത് ദിസ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ ലിംസ്. ഓക്കെ, ലിംസിലോട്ടുള്ള ബ്ലഡ് വെസൽസിന്റെ മീൻസ് അവിടെയുള്ള ബ്ലഡ് വെസൽസിന് വീതി കൂട്ടുകയാണ്. എന്നിട്ട് ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ബൈ അലോവിങ് ദ ബോഡി ടു മേക്ക് ബെറ്റർ യൂസ് ഓഫ് ദ ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. അതുകൂടാതെ തന്നെ ഇതെന്തിനു സഹായിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ യൂസ് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. അതായത് ബ്ലഡിൽ നിന്നുള്ള ബെറ്റർ ആയിട്ടുള്ള ഓക്സിജന്റെ യൂസേജിനും സഹായിക്കുന്നുണ്ട്. അലോവിങ് ദ ബോഡി ടു മേക്ക് ബെറ്റർ യൂസ് ഓഫ് ഓക്സിജൻ. അതായത് ബ്ലഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഓക്സിജൻ യൂസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ബ്ലഡ് വെസൽ മീൻസ് ആർട്ടറിക്ക് ബോഡീനെ
സഹായിക്കുന്നുണ്ട്. അതായത് ബ്ലഡിൽ നിന്ന് നല്ല രീതിയിൽ ഓക്സിജനെ നല്ല ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡീനെ സഹായിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം, works by widening blood vessels to improve the flow of blood to these areas and also by allowing the body to make better use of the oxygen in the blood. അതായത് ഇത് എന്താ പറയാ, ലിംസിലോട്ടുള്ള ബ്ലഡ് വെസൽസിനെയാണ് വീതി കൂട്ടുന്നത്, എന്നിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ എന്തിനു സഹായിക്കുന്നുണ്ട്, ബോഡിക്ക് നല്ല രീതിയിലുള്ള ബ്ലഡിൽ നിന്നുള്ള ഓക്സിജന്റെ നല്ല രീതിയിലുള്ള യൂസേജിനും സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അലോ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് സൈഡ് എഫക്ട്സ്. ഇത് സൈഡ് എഫക്ട്സ്. In that, first one, skin rash. Second one, stomach pain. Third one, diarrhea. സൈഡ് എഫക്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് സ്കിൻ റാഷ്, രണ്ടാമത്തത് സ്റ്റൊമക് പെയിൻ, മൂന്നാമത്തത് ഡയറിയ. സൈഡ് എഫക്ട്സ് കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻ. എടുത്ത ഹെഡിങ് കോൺട്രാ ഇൻഡിക്കേഷൻ. കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺസിലാണ്. കിഡ്നി സ്റ്റോൺസ് മീൻസ് മൂത്രത്തിക്കല്ല്. കിഡ്നി സ്റ്റോൺസ് ആണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഇത്രയാണ് നാഫ്റ്റിഡ്രോഫുറൈൽ. നാഫ്റ്റിഡ്രോഫുറൈൽ എന്ന് പറഞ്ഞ ഡ്രഗ് എത്രയാണ്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ഡ്രഗിലോട്ട് പോകാം. അലീന, പറ നാഫ്റ്റിഡ്രോഫുറൈൽ. ഓക്കെ, ഗുഡ്. സല്യ, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാ? ഓക്കെ, കോൺട്രാ ഇൻഡിക്കേഷൻ കൂടി പറ. ഓക്കെ, ഇത്രയാണ് നാഫ്റ്റിഡ്രോഫുറൈൽ. ഇനി അടുത്ത മെഡിസിൻ, മൂന്നാമത്തത്. തേർഡ് വൺ, നിഫിഡിപ്പിൻ. നിഫിഡിപ്പിൻ, മൂന്നാമത്തത് നിഫിഡിപ്പിൻ. എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെഡിസിൻ കോൾഡ് കാൽസ്യം ചാനൽ ബ്ലോക്കർ. It is a type of medicine called calcium channel blocker. ഇത് കാൽസ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറഞ്ഞ മെഡിസിന്റെ ഒരു ടൈപ്പ് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെഡിസിൻ കോൾഡ് കാൽസ്യം ചാനൽ ബ്ലോക്കർ. അതായത് ഇത് കാൽസ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറഞ്ഞ മെഡിസിന്റെ ഒരു ടൈപ്പ് ആണ്. Then it is sometimes used to treat high BP, but it is also a peripheral vasodilator. ഇത് ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ ഹൈ ബി പിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മീൻസ് ഹൈ ബ്ലഡ് പ്രഷറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താണ്, ഇതൊരു പെരിഫറൽ വാസോഡൈലേറ്റർ ആണ്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ പെരിഫറൽ വാസോഡൈലേറ്റർ. Then continue. It works by widening the blood vessels and stopping them from going into a spasm or narrowing. അതായത് ഇത് ബ്ലഡ് വെസൽസിന്റെ വീതി കൂട്ടാനാണ് സഹായിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ബ്ലഡ് വെസൽസ് അതിലെ സ്പാസത്തെ തടയാനും അതുപോലെ തന്നെ നാരോവിങ്ങിനെയൊക്കെ തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. സ്പാസം എന്ന് പറഞ്ഞാൽ കോച്ചി പിടിക്കുക, ബ്ലഡ് വെസൽസ് കോച്ചി പിടിക്കുക അല്ലെങ്കിൽ തരിപ്പുണ്ടാകുക, അതിൽ നിന്നെല്ലാം പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബ്ലഡ് വെസൽസ് ചുരുങ്ങി പോകുന്നതിൽ നിന്നെല്ലാം അതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പറയാം, നിഫിഡിപ്പിൻ ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെഡിസിൻ കോൾഡ് കാൽസ്യം ചാനൽ ബ്ലോക്കർ. അതായത് കാൽസ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറഞ്ഞ മെഡിസിന്റെ ഒരു ടൈപ്പ് ആണ്. Then it is sometimes used to treat high BP, but it is also a peripheral vasodilator. അതായത് ഇത് ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഇത് ഉയർന്ന ബി പിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, ബ്ലഡ് പ്രഷറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്താണ്, ഇതൊരു പെരിഫറൽ വാസോഡൈലേറ്റർ ആണ്. Then it works by widening the blood vessels and stopping them from going into a spasm or narrowing. അതായത് ഇത് ബ്ലഡ് വെസൽസിന്റെ വീതി കൂട്ടാനാണ് സഹായിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ബ്ലഡ് വെസൽസ് ചുരുങ്ങി പോകുന്നത് മീൻസ് നാരോ ആകുന്നതും അതുപോലെ തന്നെ അത് കോച്ചി പിടിക്കുന്നതെന്നെല്ലാം അതിനെ തടയുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സൈഡ് എഫക്ട്സ്.
Okay, in that first one flushing. First one flushing. Flushing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കളറും അതുപോലെ തന്നെ ഹോട്ട് ആവുകയും ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞതാണ്. മീൻസ് മുഖമൊക്കെ ചുമക്കുക അല്ലെങ്കിൽ ചൂടാവുകയൊക്കെ ചെയ്യുന്നത് ഫ്ലഷിങ്. Then second one headache. Clear ആയോ? Okay, next contraindications. Okay, in that first one severe damage to the heart muscle. Severe damage to the heart muscle means heart muscles ന് severe ആയിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ contraindicated ആണ്. Okay, second one acute attacks of angina. Acute attacks of angina. അതായത് acute attacks of angina. Angina എന്താ നമ്മൾ പഠിച്ചാണ്, angina pectoris പഠിച്ചാണ്. അക്യൂട്ട് ആയിട്ടുള്ള ആൻജൈന പെക്ടോറിസ് ഉണ്ടെങ്കിൽ ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, ടൈം ആയിട്ടുണ്ട്. ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നാളെ പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.